കർക്കിടക മാസം മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കഞ്ഞിയാണ് ഈ ഉലുവക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി എന്നൊക്കെ പറയുന്നത്. ഉലുവക്കഞ്ഞിയാണ് അതിലെൻ്റെ ഫേവറേറ്റ്. രണ്ട് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ ഈ ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. ഇതിന് തലേ ദിവസം തന്നെ ഉലുവ കഴുകി ക്ലീൻ ചെയ്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിർക്കാൻ വെക്കണം. മോർണിംഗ് എണീറ്റിട്ട് ഈ വെള്ളവും കൂട്ടി വേണം നമ്മളിത് വേവിക്കാൻ. അതിൽ കുറച്ച് ഒരു പിടി പച്ചരി എടുത്ത് കഴുകിയിട്ട് അതും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ വേവിച്ചെടുക്കാൻ. കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവണം. എന്നിട്ട് കുറച്ച് ശർക്കരപ്പാനിയും കുറച്ച് തേങ്ങാപ്പാലും, കട്ടി തേങ്ങാപ്പാൽ വേണം കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്ത് കഴിക്കണം. എൻ്റെ അമ്മേ, സൂപ്പറാട്ടോ. ആ ശർക്കരപ്പാനിയിലൊക്കെ കിടന്നിതിങ്ങനെ മിക്സാവും കേട്ടോ. ആദ്യം വന്ന് നമ്മൾ വയ്ക്കുമ്പോൾ മിക്സ് ചെയ്തെടുക്കണം, നന്നായി വേവണം. പിന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ വയ്ക്കണം, എന്നിട്ടങ്ങ് കഴിക്കണം. എൻ്റെ അമ്മേ, ഈ കർക്കിടക മാസം മാത്രമാണല്ലോ ഇത് കഴിക്കാൻ പറ്റുക എന്നുള്ളൊരു സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.